ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് വൈറ്റ് പേപ്പർ കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. A4 അല്ലെങ്കിൽ ബുക്കിലുള്ള പേപ്പറോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ A4 ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സർക്കിൾസ് 3 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുത് 2 സെൻറ്റിമീറ്റർ റേഡിയസിലും. ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ റെഡ് കളർ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വലിയ സർക്കിളിൻ്റെ അകത്ത് ഇതേപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് ഫുൾ റെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് പകുതി മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും പകുതിയായിട്ട് മടക്കാം. ഇപ്പോൾ ഇതിന് 4 പാളികളുണ്ട്. ഇതിലത്തെ മുകളിലത്തെ പാളി മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് നിർബന്ധമില്ല. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം ഒഴികെ ബാക്കി എല്ലാത്തിനും നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ മുറിക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നിവർത്താം. കത്രിക വെച്ചിട്ട് ഇതിൻ്റെ എൻഡിലൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അമർത്തി ആക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോരും. ഇപ്പോൾ പതിയെ വേണം ആക്കാനായിട്ട്. ഇനി ഇതേപോലെ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ലെയർ ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സർക്കിൾ എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. വലിയ സർക്കിൾ മടക്കിയതുപോലെ തന്നെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഗ്രീൻ ലെയർ നമ്മൾ റെഡിൻ്റെ നടുവിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ റെഡും ഗ്രീനും കോമ്പിനേഷനിൽ ഒരു ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഞാനൊരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുത്. ഇനി അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റെം ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചധികം സ്പേസ് ഉള്ളത് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ പേപ്പർ ചെറിയ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് വെച്ചിട്ട് തന്നെ അവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ സർക്കിൾസും ചെയ്തെടുക്കാം. ഞാൻ പല കളേഴ്സിൽ ഇവിടെ 7 ഫ്ലവേഴ്സായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികവും ഡാർക്കും ലൈറ്റും കോമ്പിനേഷനിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കളേഴ്സൊക്കെ. പിന്നെ ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ പേപ്പർ ട്യൂബ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 ലീവ്സും. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ മുകളിൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സിമ്പിൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കൊരു വേസിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ.